വിധു വിൻസെൻ്റ് ഒന്നല്ല പലതാണ്. എഴുത്തുകാരിയാണ്, സിനിമയെടുക്കും, ജേർണലിസ്റ്റ് ആയിരുന്നു, ചിത്രം വരയ്ക്കും. പക്ഷെ ഒരാളിങ്ങനെ പലതായി നിൽക്കുമ്പോൾ പലതിലേതാണ് വിധു വിൻസെൻറ്റിന് ഏതോ ഇഷ്ടം, ഏതിനോടാണ് കൂടുതൽ? ജേക്കബേട്ടനെ നമ്മൾ അറിയുന്നത് ഇപ്പോഴല്ല, നമുക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ അഭിമുഖത്തിൽ ജേക്കബേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നതിൽ തെറ്റില്ലല്ലോ. കാരണം മിസ്റ്റർ ജേക്കബ് എന്ന് വിളിക്കുന്നതിനകത്ത് എനിക്ക് പരിചയമില്ല അങ്ങനെ വിളിച്ചിട്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജേക്കബേട്ട, എനിക്ക് ഞാൻ തന്നെ എന്നെ കാണുന്നത് സ്റ്റാഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കാത്ത ഒരാളെന്നുള്ള നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അത് മടുക്കുകയും ആ സാഹചര്യങ്ങൾ കോണ്ടെക്സ്റ്റ് മടുക്കുകയും മറ്റൊന്നിലേക്ക് കൂടുമാറുകയും ചെയ്യുന്നത് വളരെ മുമ്പ് തന്നെയുള്ളൊരു സവിശേഷതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പുറത്തൊക്കെ എനിക്ക് വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, കൺസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ കൺസിസ്റ്റൻസി അതൊരു ഭയങ്കര സവിശേഷതയായിട്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരും പൊതുവെ സമൂഹം തന്നെ വിചാരിക്കുന്നത്. പക്ഷേ ചില മനുഷ്യരുണ്ട് അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ എനിക്കെപ്പോഴും തോന്നുന്നത് അത് ഒരു അന്വേഷണം ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. നമ്മളെന്താണെന്നുള്ള ഒരു പാച്ചിലോ പരതലോ ഉണ്ടല്ലോ, ആ പരതലുണ്ട് എനിക്കെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മടുക്കും, അത് എനിക്ക് ആളുകളെയും മടുക്കും, അവസ്ഥ മടുക്കും, അപ്പം മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഓടും. നമുക്ക് പലതാകാം, പക്ഷേ പലതിലും നമുക്ക് ഒന്നാമതാകാൻ പറ്റും. അതെനിക്കറിഞ്ഞൂടാ. ഇപ്പം സിനിമയ്ക്ക് മുമ്പ് ഞാൻ ജേർണലിസം ചെയ്തിരുന്ന ആളാണല്ലോ. അപ്പം നമ്മളിപ്പം എന്താ പറയുക, മികച്ച വാർത്താ റിപ്പോർട്ടിങ്ങിനുള്ള ഒരു സംഗതി ഞാനിതാ കണ്ടെത്തിയിരിക്കുന്നു എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ സംഗതികൾ ചെയ്യുന്നത്. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നൊരു കാര്യം ഒരുപക്ഷെ പ്രമേയപരമായ സവിശേഷത കൊണ്ടോ അതിൻ്റെ ഒരുക്കലുകൊണ്ടോ ഒക്കെ അത് എങ്ങനെ ഒന്നാമത് എത്തുന്നു എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ലാതെ ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം സത്യത്തിൽ എനിക്കില്ല, എനിക്കതറിയില്ല. അപ്പം നോക്കുമ്പോൾ എനിക്കൊരു നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർ കാണാത്ത എന്തോ ഒരു സാധനം ഓരോ സംഗതിയിലും കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പം അത് നമ്മളൊരു സംഗതിനെ ഒന്നായിട്ടല്ല കാണുന്നത്. ഒരു സംഗതിനെ തന്നെ ഒരു സംഭവമാകാം, ഒരാളാകാം, ഒരു ഒബ്ജക്റ്റാകാം, ഒരു ചിത്രമാകാം. അപ്പോൾ അതിനെ തന്നെ നമ്മൾ പല ആംഗിളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. അപ്പം അതിൽ ഏതാണ് നമ്മൾ ഇപ്പോൾ ലോകത്തിനോട് കൊടുക്കേണ്ടത്, അതിൽ ഏത് ആംഗിളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ലോകത്തോട് സംസാരിക്കേണ്ടത്? എല്ലാ ആംഗിളിനെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റ് പല ആംഗിളിനെ കുറിച്ചും ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാം. ഇനി പറയാത്ത ഒരു സംഗതി ചിലപ്പം ഇതിനകത്തുണ്ടാകാം, ഈ ഒബ്ജക്റ്റിലുണ്ടാകാം. അങ്ങനെ അതിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്കും അപ്പോൾ അതിനകത്ത് പുതുമ തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടാകാം, അതിനെക്കുറിച്ച് കേൾക്കേണ്ടതുണ്ട് എന്നൊരു പക്ഷേ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടാകും. അതൊക്കെ ആയിരിക്കാം അതിന് വ്യത്യസ്തമാകും. വിധു ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കുന്നു എന്നുള്ളൊരു ജെൻഡറായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ടല്ലോ, ആ ഒരു കാഴ്ച, മറ്റുള്ളവരുടെ കാഴ്ച വിധുവിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള റോൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഒരുപക്ഷെ സിനിമ എടുക്കുന്നതിന് മുമ്പ് തന്നെ എത്രയോ സ്ത്രീകൾ ഈ മേഖലയിൽ നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ വരുന്നത്. എണ്ണം കുറവാന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ സ്ത്രീ സിനിമ എടുക്കുന്നു എന്ന നിലയിലല്ല ഒരുപക്ഷെ ആളുകൾ എൻ്റെ സിനിമയെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആംഗിൾ അതിനകത്തൊരു സ്ത്രീപക്ഷ എലമെൻ്റ് ഉണ്ട്. അത് ആളുകളെ കുറച്ചും ഏതെങ്കിലും തരത്തിൽ ഒരു കൈൻഡ് ഓഫ് ഇൻസൈറ്റ് കൊടുക്കുന്നുണ്ടാകുമായിരിക്കും. ആ ആംഗിൾ കാണാനായിട്ട് നമ്മുടെ സ്ത്രീ എന്ന നിലയിലുള്ള നിലനിൽപ്പും നമ്മളുടെ അത് സംബന്ധമായ ആലോചനകളും സഹായിക്കുന്നുണ്ട്. വിധു ആരെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളൊരു പ്രേക്ഷക സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ജെൻഡർ, ഈ പൊസിഷനിങ് സഹായിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആളുകൾക്ക് ഇത് കൺവിൻസിങ് ആകണം. ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, അത് ആളുകൾക്ക് കൺവിൻസിങ് ആകണം, അവർക്ക് ഇഷ്ടപ്പെടണം. അപ്പം അതിനകത്ത് അതെങ്ങനെ ഇഷ്ടപ്പെടുത്താൻ പറ്റും? അപ്പോൾ അതിനകത്ത് എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ്
എങ്ങനെ എനിക്ക് അതിനകത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു പുതുമയുള്ള പ്രമേയപരമായ പുതുമ എങ്ങനെ ഇതിനകത്ത് കണ്ടെത്താൻ പറ്റും എന്നൊക്കെ എനിക്ക് ആലോചിക്കാൻ പറ്റും. അല്ലാതെ അതിനപ്പുറത്തേക്ക് പിന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്ത് എന്നുള്ളതിനെക്കുറിച്ചും എന്താ പറയുക, ആളുകൾക്ക് നിർബന്ധമായും ഇത് ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് ശഠിക്കാൻ പറ്റില്ല. അപ്പം അതെനിക്കറിയില്ല അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാൻ. അപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമ എടുക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ടൊരു പൊസിഷൻ അതിനുണ്ട്. ആദ്യ സമയത്തൊക്കെ വെല്ലുവിളി, പക്ഷേ രണ്ടാമത്തെ സിനിമ വരെയുള്ള യാത്രയിൽ കുറച്ചധികം വെല്ലുവിളി ഉണ്ടായിരുന്നു. അത് കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് എത്താനും അല്ലെങ്കിൽ അവരോട് ഒരു ഡീൽ സംസാരിക്കാനും ഒക്കെയുള്ള ഒരു പ്രശ്നം രണ്ടാമത്തെ സിനിമയിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ഞാനത് ഓവർകം ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പം മൂന്നാമത്തെ സിനിമ കഴിഞ്ഞിട്ടൊരു ദീർഘനാൾ ഇപ്പം ഞാൻ സിനിമ ചെയ്യാതിരിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, സിനിമ ഇല്ലാഞ്ഞിട്ടുമല്ല, ഞാൻ ഇപ്പോൾ ഉടനെ ഒരു സിനിമയ്ക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു ബ്രേക്ക് വേണം. ഇനി ഞാൻ എടുക്കുന്നത് ആ നിലയ്ക്കുള്ളൊരു പ്രമേയം ആയിരിക്കണം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്നെ തന്നെ അത്ഭുതപ്പെടുത്താൻ പറ്റണം. എല്ലാവർക്കും ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് അതുവരെ കാത്തിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ, അതായത് പരിഹരിക്കാൻ വിധു അടക്കമുള്ളവർ ശ്രമിച്ച പ്രശ്നങ്ങൾ, അതിന് എന്തെങ്കിലും തരത്തിലൊരു പരിഹാരമായിരിക്കും? ഞാൻ വിചാരിക്കുന്നത് ഇപ്പം WCC പോലെയുള്ള സംഗതികൾ, ജഗപഠന അറിയാമല്ലോ, ഇപ്പം നിങ്ങളൊക്കെ കാലത്ത് നമ്മളൊക്കെ ഒരുമിച്ച് ചെയ്ത കാലത്ത് പിന്നീടാണ് അതൊക്കെ വരുന്നത്. അപ്പം പിന്നെ WCC പോലെയുള്ള സംഘടനകളൊക്കെ വന്ന സമയത്തും പിന്നീടും ഉന്നയിക്കാൻ ശ്രമിച്ചുള്ള പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ പിന്നെ 2025 നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷമായി ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ഒരു 10 വർഷം ആകുന്നു, അല്ലെങ്കിൽ 10 വർഷം ആകാൻ പോകുന്നു. അപ്പം തുടങ്ങിയ സ്ഥലത്തല്ല നമ്മൾ നിൽക്കുന്നത്, ഒരു സ്ത്രീ സമൂഹം എന്ന നിലയ്ക്ക് തന്നെ. കാരണം വളരെ നിർണായകമായ പല മാറ്റങ്ങളും ആ നിലയിൽ സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഇടം ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പിന്നെ പഴയ മട്ടിൽ എന്താ പറയുക, സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കൽ അതുപോലെയൊക്കെയുള്ള സംഗതികൾ നടക്കുന്നുണ്ടെങ്കിലും അത് വർദ്ധമാനമായ രീതിയിലില്ല. എന്ന് മാത്രമല്ല, ഒരു ഭയങ്കരമായ ഒരു പുരുഷ മേൽക്കോയ്മ നിലനിന്നിരുന്ന ഒരു തൊഴിലിടം എന്ന നിലയിലായിരുന്നു നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിരുന്നത്, ഈ ഇൻഡസ്ട്രീനെ. പക്ഷേ അത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൃത്യമായ ഒരു സൗണ്ട് സംഗതികളുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് WCC അടക്കമുള്ള സംഘടനകളുടെ നിലനിൽപ്പും ഒക്കെ വളരെ വലിയ സഹായം, കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെന്ന്. WCCക്ക് മുൻപും പിൻപും എന്നുള്ള മലയാള ഇൻഡസ്ട്രിക്ക് പറയാൻ പറ്റും. WCCക്ക് മുമ്പും പിമ്പും എന്ന രീതിയിൽ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ അത് ഓരോന്നിനും ഒരു ചരിത്രപരമായ നിലനിൽപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ഫെഫ്കയെക്കുറിച്ച് പറയാം. ഫെഫ്കയെക്കുറിച്ച് പറയുമ്പം വേണമെങ്കിൽ പറയാം നമുക്ക്, ഫെഫ്കയ്ക്ക് മുമ്പും പിമ്പും മലയാളത്തിൽ സിനിമാ തൊഴിലാളിയുടെ നിലനിൽപ്പ് ഫെഫ്കയ്ക്ക് മുമ്പും പിമ്പും. കാരണം കൃത്യമായി ഒരുപക്ഷെ ഒരു സിനിമാ തൊഴിലാളി എന്ന ഐഡൻറ്റിറ്റി ഒരാൾക്ക് കിട്ടുന്നതും അവർക്ക് കൃത്യമായ ബാറ്റ ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന, ഇതാണ് നമ്മളുടെ ബാറ്റ, ഇത് എനിക്ക് തന്നേ പറ്റൂ എന്ന രീതിയിൽ ഒരു എന്താ പറയുക നെഗോഷിയേഷൻ നടത്തി അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു സിനിമാ തൊഴിലാളിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതും ആ സംഘടന വരുന്നതോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളിൽ, ലിംഗനീതിയുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളിൽ WCCയുടെ വരവും അതിൻ്റെ നിലനിൽപ്പും ഒരു വലിയ, അതുകൊണ്ട് തന്നെ അതിനകത്ത് WCCക്ക് മുമ്പും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരതമ്യം സാധ്യമാണ്, ഒരു പറച്ചിൽ സാധ്യമാണ്. സംഘടനാപരമായിട്ട് അതിൻ്റെ ഒരു നിലനിൽപ്പും കെട്ടുറപ്പും അത് പൂർണ്ണമായിരുന്നു. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള ആധികാരികത ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ആ സംഘടനയുടെ ഭാഗമല്ല. അത് പിന്നെ അത് എനിക്കൊരു പക്ഷേ സംഘടനയുടെ അപ്പോൾ സംഘടനയോടുള്ള ചില ആശയപരമായ പ്രശ്നങ്ങളുടെ പുറത്താണ് ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അതിന് പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുടെ ഭാഗമാകാൻ തീരുമാനിച്ചതും. അപ്പം എല്ലാ കാര്യത്തിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി ആശയപരമായ ഒരു യോജിപ്പില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചുള്ള ഒരു പോക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പോക്ക് സാധ്യമാകില്ലാത്തവർ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പക്ഷേ മാറി നിന്നവരാരും തന്നെയും ആ സംഘടന എന്താ പറയുക വേണ്ടതില്ലെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യത്തെയോ നിഷേധിച്ചുകൊണ്ടല്ല മാറി നിൽക്കുന്നത്. നമ്മളും അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓരോ സംഘടനയ്ക്കും അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റിനും ഒരു കാലമുണ്ട്.
അപ്പം ആ കാലം ആണ് അതിൻ്റെ ആവശ്യകത നിർണ്ണയിക്കുന്നത്. ഒരുപക്ഷെ ഇനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരുപക്ഷെ WCCനേക്കാൾ കുറച്ചും കൂടി വേറൊരു തരത്തിൽ മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഘടനകളോ മൂവ്മെൻറ്റോ ഒരുപക്ഷെ സിനിമയിൽ മാത്രമല്ല, അത് റെലവൻസ് എന്നല്ല, ഒരുപക്ഷെ അതിൻ്റെ ഒരു ആശയപരമായ വ്യാപ്തി കുറച്ചും കൂടി അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഈ എന്താ പറയുക, വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള നമ്മളൊരു ഫെമിനിസ്റ്റിക് ഐഡിയോളജിയിൽ ഒരുപക്ഷെ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുക എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയില്ല. അപ്പം അതിനെ കുറച്ചും കൂടി ഒരു ഹ്യൂമാനിറ്റീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഐഡിയോളജീനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള ആലോചനകൾ ചിലപ്പം വേണ്ടി വന്നേക്കാം. നമ്മൾ കപ്പാസിറ്റി ലെവൽ ഉണ്ടോ ആ സംഘടന? എനിക്കത് പറയാൻ അറിയില്ല. അത് അത്രയ്ക്കും WCCയുമായി ബന്ധപ്പെട്ടു പ്രവർത്തിച്ചു സജീവമായി എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ പല ജെൻഡർ ലെവലിലുള്ള പല സ്ത്രീപക്ഷ പ്രവർത്തകർക്കും സിനിമയിൽ അവസരങ്ങൾ കുറയുമ്പോൾ മാറി നിൽക്കുകയോ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ചും എനിക്ക് അങ്ങനെ വിശദമായി പറയാൻ അറിയില്ല. കാരണം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരു ദൈനംദിനമായി അതിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ടും ഞാൻ സിനിമയിൽ അങ്ങനെ സജീവമായി ഇപ്പോൾ ഇടപെടാത്തത് കൊണ്ടും അത് എത്രത്തോളം ഇതാണ് എനിക്കറിയില്ല അത് പറയാനുള്ളത്. പാർവതി തിരുവോത്ത് പറയുന്നു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു, മൾട്ടി ലിങ്ക് ആയിരുന്നു. പക്ഷെ ഒരു പീരീഡിന് ശേഷം അവർക്ക് സിനിമകൾ ഇല്ലാതാകുന്നു, ഉണ്ടെന്ന് അവർ ഇല്ലാതാകുന്നതെന്ന് അവർ തന്നെ പറയുന്നു. WCCയിൽ നിന്ന് ആയിരിക്കുമ്പോഴും ഒക്കെ ആ നിലയിൽ ഏറ്റവും കൂടുതൽ റോളുകൾ കിട്ടിയിട്ടുള്ളതും അതും വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടിയിട്ടുള്ളതും പാർവതിക്ക് തന്നെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ ചില റോളുകൾ പാർവതി വേണ്ടാന്ന് വെച്ചിട്ടുള്ള എത്രയോ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കൽ. അപ്പോൾ അതൊരു ആക്ടറുടെ ചോയ്സാണ്, നമ്മൾ ഇപ്പോൾ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. എനിക്ക് അവരെക്കുറിച്ച് അത് പറയാനറിയില്ല. പക്ഷേ റിമ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റിമയ്ക്ക് നിഷേധിക്കപ്പെട്ട അവസരങ്ങളെക്കുറിച്ചിട്ട് റിമ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പാർവതിയുടെ കാര്യത്തിൽ അത് അറിയില്ല, അങ്ങനെ ഒരു അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതുണ്ടോ. കാരണം ഇത് സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ FIFCയുടെ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഒരുപക്ഷെ പാർവതിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളെ സംബന്ധിച്ചുള്ളൊരു ലിസ്റ്റ് തന്നെ ഒരു മീറ്റിങ്ങിൽ പുറത്ത് പബ്ലിക്കായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സംഘത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് പാർവതി തന്നെയാണ്. അത് പിന്നീട് എന്തുകൊണ്ടെന്നുള്ളത് ചിലപ്പം അവരുടെ ഒരു ചോയ്സും അതിനകത്തുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയില്ല അതിനെക്കുറിച്ചിട്ട്. റിമയും ഈ ഒരുപക്ഷെ പരസ്യമായി അത് സംസാരിച്ചിട്ടുണ്ട്. റിമയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചിലപ്പം നമ്മൾ വളരെ ബോൾഡായിട്ട് ചില ഇൻ്റർവെൻഷൻസ് നടത്തുന്ന സമയത്ത് ചില അവസരങ്ങൾ ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാകാം. അതായിരിക്കാം റിമ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ സിനിമ വന്ന സമയത്തുമൊക്കെ റിമ അത് സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് എങ്ങനെയാണ് ഓരോരുത്തരും എങ്ങനെയാണ് അത് അനുഭവിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്, അവരവരുടെ സിനിമ ജീവിതാനുഭവങ്ങളിൽ എങ്ങനെയാണത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ധീരമായ ചില ഇൻ്റർവെൻഷൻസ് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ടും അത് അറിയില്ല. അവർ നമ്മളോട് പറയാതെ നമുക്കത് മനസ്സിലാവില്ല. അപ്പം അതൊന്നാമത് അതിന് സംഘടനയ്ക്കകത്തും അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റിനകത്ത് നടക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ അതെനിക്ക് പുറത്ത് എത്രത്തോളം വിശദാംശങ്ങൾ അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പറയില്ല. ഇൻഡസ്ട്രി ആസ് എ ഹോളാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമ ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് ഇത് വെച്ചാൽ WCCക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്. ഇതിനകത്ത് ഒരുപക്ഷെ ആഡ് ചെയ്യേണ്ടുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ അത് പിന്നെ WCCയിലെ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവിലൊന്ന് ആലോചിച്ചാൽ കഴിഞ്ഞ ഒരു 10-20 വർഷം മലയാളത്തിൽ സിനിമയിൽ വന്നിട്ടുള്ള നടികളായിട്ടുള്ള ആളുകളുടെ ഒരു എണ്ണം ഒന്ന് നോക്കൂ. എത്ര കാലത്തേക്കാണ് അവരുടെ ഒരു ലോഞ്ചിവിറ്റി ഉള്ളത്. അത് WCCക്ക് അകത്ത് നിൽക്കുമ്പോൾ പോലും ആ സ്ത്രീകൾ ഉന്നയിച്ചിരുന്ന പ്രശ്നമാണ്. അത് ഞങ്ങളെല്ലാം ഉന്നയിക്കുന്ന പ്രശ്നം തന്നെയാണ്. വളരെ കുറച്ച് കാലം മാത്രമേ ഒരു നടിക്ക് നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോഴത്തേക്കും പുതിയ ആൾ വന്നു കഴിഞ്ഞു. പക്ഷേ ആക്ടേഴ്സ് ഇപ്പം ഇപ്പോഴും മറ്റേ മമ്മൂക്കയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അവർ ഏറ്റവും പുതിയ റോളുകളും അല്ലെങ്കിൽ ഏറ്റവും പുതിയ കഥകളും അവരുടെ അടുത്തേക്ക് തേടി ചെല്ലുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ ഇപ്പോഴല്ല എത്രയോ കാലമായിട്ട് തന്നെ അവരുടെ ആ നിലനിൽപ്പിൻ്റെ ദൈർഘ്യം ആയുർദൈർഘ്യം ആ രംഗത്ത് കുറവാണ്. അപ്പം അത് നമ്മുടെ സാമൂഹ്യപരമായ ചില എന്താ പറയുക കൺസെപ്റ്റിനെ ഒക്കെ ആയിരിക്കാം ചിലപ്പം അതിനെ വിശദീകരണമായി പറയേണ്ടത്. അത് സിനിമയുടെ മാത്രം പ്രശ്നമല്ല. സിനിമയുടെ അല്ല, ഇൻഡസ്ട്രിയുടെ ബാലൻസിങ് ആക്ട് വരുന്നത് ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഈ പിന്നെ കൊമേഴ്സ്യലായിട്ടുള്ള ബാലൻസിങ് അത് സാധ്യമാക്കുന്നത് സാമൂഹ്യപരമായ ചില കാഴ്ചക്കോണുകളിൽ നിന്നിട്ടാണ്. അതിൽ നിന്നത് വിമുക്തമൊന്നുമല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയാതെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും 40 വർഷം എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന വർഷങ്ങൾ. അപ്പോൾ ആ ഇൻഡസ്ട്രീൻ്റെ ഡൈനാമിക്സിനെ റിമോട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംഗതിയല്ലേ അവരുടെ ടാലൻറ്റിനെ കുറിച്ച് കാണുകയല്ല. എത്ര ടാലൻറ്റഡ് ആണെങ്കിലും ഇപ്പോൾ സ്ത്രീകൾ വന്നിട്ട് ടാലൻറ്റഡ് ആയുള്ള സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ടൂൾസ് ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു തരം പുരുഷ കേന്ദ്രീകൃത സമീപനമല്ലേ? അല്ല, ഞാനതിനെ അങ്ങനെ കുറ്റപ്പെടുത്തത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അതൊരു ഇൻഡസ്ട്രിയും അതിൽ നിന്ന് മുക്തമല്ല. ഇതിപ്പോൾ ഒരു വിനോദ വ്യവസായ മേഖല എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇപ്പോൾ സിനിമ അതിനകത്തൊരു ഘടകം മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ്. ഏത് ഇൻഡസ്ട്രിയിലും ഏത് സാമൂഹ്യ ജീവിതത്തിലും അല്ലെങ്കിൽ മനുഷ്യൻ്റെ തൊഴിൽ നമ്മളിപ്പോൾ വ്യാപരിക്കുന്ന തൊഴിൽ മേഖല ഏതെടുത്താലും അതിവിടെയല്ല, ഇന്ത്യയിലെന്നല്ല, അതിപ്പോൾ ഹോളിവുഡിലാണെങ്കിലും ഇതേ കാര്യം നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകൾ ഇത് എത്രയോ കാലമായി പരാതി പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ 2021 ഓസ്കാറിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ നോമിനേഷൻ അതിനകത്തുണ്ടായി. സ്ത്രീ സംവിധാനം ചെയ്ത ചിത്രത്തിന് നൊമാൻസ് ലാൻഡിന് ഓസ്കാർ കിട്ടി. ഒരു എന്താ പറയുക, 2ാമത്തെ പ്രാവശ്യം ഓസ്കാറിൻ്റെ ചരിത്രത്തിലെ 2ാമത്തെ അവാർഡ് എന്ന് പറയുന്നതായിരുന്നു അത്. അപ്പം ഇത്ര വർഷത്തിലും 2 അവാർഡുകളെ 2 വർഷങ്ങളിൽ ആ അവാർഡുകളെ സ്ത്രീകളുടെ സിനിമയെ തേടി വന്നിട്ടുള്ളൂ എന്നുള്ളതും, പിന്നെ ഒരുപക്ഷെ ഇതാദ്യമായി അത്തരം സ്ത്രീകൾക്ക് നോമിനേഷൻ കിട്ടിയെന്നുള്ളതും അതൊരു ചെറിയ കാര്യമല്ല. അതിനകത്ത് അത് അവരുടെ പാരാമീറ്റേഴ്സ് മാറ്റി സെറ്റ് ചെയ്തു. അതിനായിട്ടൊരു ഹ്യൂജ് ക്രൈ ലോകമെമ്പാടും നിന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പിന്നെ ഈ ജൂറി കമ്മിറ്റിയിലേക്ക് വരുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് എന്താ പറയുക, വരാൻ വേണ്ടുന്ന എന്താ പറയുക, അങ്ങനെ തെരഞ്ഞെടുപ്പിൽ എത്താൻ വേണ്ടുന്ന അവരുടെ യോഗ്യതയെ സംബന്ധിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇതിനകത്തെല്ലാം അഴിച്ചുപണി നടത്താൻ ഓസ്കാർ കമ്മിറ്റി തയ്യാറായപ്പോഴാണ് അത്രയും സ്ത്രീകൾക്ക് വിസിബിലിറ്റി ഉണ്ടായത്. അപ്പോൾ ഇറ്റ് മാറ്റേഴ്സ്. സിനിമയിൽ മാത്രമല്ല, ഇത് സ്പോർട്സിലാണ്, ഇത് എഴുത്തിലുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് മാത്രം ഞാനിത് സിനിമയിലാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തെ കണ്ണു തുറന്ന് കാണാത്തതുകൊണ്ടാണ് എന്നേ ഞാൻ പറയുള്ളൂ.